ഒരു തിന്മ പറയപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. മുജാഹിർ എന്ന് പറയുന്നത് ജഹർ. അപ്പോൾ തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, മുജാഹിറായ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? മുജാഹിദീങ്ങൾക്ക് പുറത്തു കൊടുക്കൂല എന്നല്ല കേട്ടോ പറഞ്ഞത്, മുജാഹിറുകൾക്ക്. ആ വാക്കതാണ്, കേൾക്കാത്തവർ ചിലപ്പോൾ വേറെ ക്ലിപ്പുണ്ടാക്കി വിടും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിറുകൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ മൻഹും യാ റസൂലല്ലാഹ്, അതാരാ നബിയെ? ആരാണ് ഈ മുജാഹിർ എന്ന് പറയുന്ന ആൾ? അവർക്കല്ല പുറത്തു കൊടുക്കുന്നില്ല. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു നിരത്തി പുറത്തു കൊടുക്കും. റമദാനിന് പുറത്തു കൊടുക്കൂലേ? ലൈലത്തുൽ ഖദറിന് പുറത്തു കൊടുക്കുന്നില്ലേ? ഉംറ ചെയ്യാൻ പുറത്തു കൊടുക്കൂലേ? റമദാനു ഇലാ റമദാൻ വൽ ഉംറതു ഇലൽ ഉംറ വൽ ജുമുഅതു ഇലൽ ജുമുഅ കഫാറത്തുൻ ലിമാ ബൈനഹുമാ ഇദാ ജുതുനിബത്തിൽ കബായിർ. ചെറുദോഷങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും, നിരുപാധികം പുറത്തു കൊടുക്കാം അള്ളാഹുവിന്. പക്ഷേ മുജാഹിറുകൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് മുജാഹിറുകൾ എന്ന് ചോദിച്ചപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, തെറ്റ് ചെയ്തതിന് ശേഷം അത് അള്ളാഹു മറച്ചു വെച്ച് കൊടുത്തിരുന്നു. അവനായിട്ട് തെറ്റ് ചെയ്ത്, അവൻ കള്ളുടിച്ചിട്ടുണ്ടാവാം, അവനേതെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടാവാം, അവനേതെങ്കിലും തോന്നിവാസം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അള്ളാഹു മറച്ചു വെച്ചത് അവൻ്റെ കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. തിന്മ ചെയ്തവൻ ആസ്വദിച്ചത് കൂടെയുള്ള ആളുകളോട് അവൻ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുന്നില്ല. എന്തേ?